അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റമദാനിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റമദാനിനോട് വിട പറയുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഒന്ന്, ശേഷിക്കുന്ന സമയം അതെത്ര കുറവാണെങ്കിലും പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കും, അള്ളാഹു എനിക്ക് പ്രതിഫലം ഇരട്ടിയായി നൽകും, ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നതും. മൂന്നാമത്തേത്, അതിന്റെ കൂടെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മുടെ പോരായ്മകൾ അത് മനസ്സിലാക്കി ആ നിലക്ക് നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കാതിരിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു കാര്യം, ഈ ഒരു സന്ദർഭത്തിൽ റമദാനിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണ് റമദാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നു എന്നതിലുള്ള സങ്കടം. തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ അതിനോട് വിട പറയുമ്പോൾ അവന് പ്രയാസമുണ്ടാകും. കാരണം വിശ്വാസിക്ക് നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ വിശ്വാസിക്ക് അതിൽ പ്രയാസമുണ്ടാകും. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, കൈഫ ലാ തജ്രി ലിൽ മുഅ്മിനി അലാ ഫിറാഖി റമദാന ദുമൂ'. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിനോട് വിട പറയുമ്പോൾ, റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെങ്ങനെ ഒലിക്കാതിരിക്കും? അവനെങ്ങനെ കരയാതിരിക്കും? അവന് കരയാതിരിക്കാൻ സാധിക്കുകയില്ല. വഹുവ ലാ യദ്രി ഹൽ ബഖിയ ലഹു ഫീ ഉംരിഹി ഇലൈഹി റുജൂ'. കാരണം അവൻ അറിയില്ല ഇനി ഒരിക്കൽ കൂടി അവന്റെ ജീവിതകാലത്ത് ഈ റമദാൻ അവനിലേക്ക് വരും എന്നവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ റമദാൻ ഇതിനോട് വിട പറയുമ്പോൾ വിശ്വാസിക്ക് ആ നിലക്കൊരു പ്രയാസമുണ്ടാകും. റമദാൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുപിരിഞ്ഞു പോകുമ്പോഴുള്ള ഹുസ്ൻ അതുണ്ടാകും. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം മഖാമുൽ ഫറഹ് എന്ന് പറഞ്ഞാൽ, വിശ്വാസിക്ക് റമദാൻ അത് വിട്ടുപിരിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന സങ്കടമുള്ളതോടൊപ്പം തന്നെ ഒരു നന്മ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷവും ഉണ്ടാവും. പ്രത്യേകിച്ചും ശവ്വാലിന്റെ പിറവി സംഭവിക്കുമ്പോൾ ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റമദാൻ ജീവിക്കാൻ സാധിച്ചു, റമദാനിൽ നോമ്പെടുക്കാൻ സാധിച്ചു, ഒരു നന്മ ചെയ്ത് പൂർത്തിയാക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം വിശ്വാസിക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും പൂർത്തിയായി ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി എന്ന് പറഞ്ഞതിന് 2 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ഓരോ ദിവസവും അവൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സന്തോഷം. അതേപോലെ തന്നെ റമദാൻ പൂർത്തിയായി ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതാണ് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം. ഈദുൽ ഫിത്റിന്റെ സന്ദർഭത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇബാദത്താണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്. സാലിൽ ഒസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കാണാം, അൽ ഫറഹു ഫിൽ ഈദി ഇബാദ. ഈദിന്റെ സന്ദർഭത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇബാദത്താണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഘോഷിക്കാനും കളിക്കാനും ആനന്ദിക്കാനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള 2 ആഘോഷങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹ. ആ സമയത്ത് സന്തോഷിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഇൽഹാറുസ് സുറൂരി ഫിൽ അഅയാദ് മിൻ ശിആരിദ്ദീൻ. ആഘോഷവേളകളിൽ അഥവാ ഈദുൽ ഫിത്റിന്റെയും ഈദുൽ അദ്ഹയുടെയും സന്ദർഭത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ നന്മ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ഒരു സന്തോഷവും ഉണ്ടാകും. അതേപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായി പണ്ഡിതന്മാർ എടുത്തു പറയാറുള്ള കാര്യമാണ്, റമദാൻ
അതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുഹാസബത്തുൻ നഫ്സ്, ആത്മപരിശോധന എന്നുള്ളത്. എന്തായിരുന്നു ഈ റമദാനിന്റെ അവസ്ഥ? 27 ദിവസം നമ്മൾ കഴിച്ചുകൂട്ടി. ഇതിലെ ഓരോ ഇബാദത്തുകളും ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കണം. എന്തായിരുന്നു നമ്മുടെ ആ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കണം. ഓരോന്നും ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഇന്ന ശഹ്റ റമദാൻ ഖദ് ഖറബ റഹീലു വഅസിഫ തഹ്വീലു. റമദാൻ മാസം ഇതാ അതിന്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു, അത് മറ്റൊരു മാസമാകാൻ ആയിരിക്കുന്നു. റമദാൻ തീരാറായി. വഹുവ ദാഹിബുൻ അൻകും ബിഅഫ്ആലികും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുമായി ആ റമദാൻ നിങ്ങളിൽ നിന്ന് പോവുകയാണ്. വഖാദിമുൻ അലൈക്കും ഗദൻ ബിഅഅമാലികും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുമായി അത് നാളെ പരലോകത്ത് വരും. ഫയാ ലൈത ശിഅരി മാദാ ഔദഅതുമൂഹു, ഈ റമദാനിൽ എന്താണ് നിങ്ങൾ നിക്ഷേപിച്ചത്, ചെയ്തു വെച്ചത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഈ റമദാൻ മാസത്തെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ യാത്രയാക്കിയത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. അതുറാഹു യർഹലു ഹാമിദൻ സനിഅകും, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണോ ആ റമദാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്? ഔ ദാമൻ തലയിഅകും, നിങ്ങൾ വീഴ്ച വരുത്തിയ വീഴ്ചകളെ ആക്ഷേപിച്ചുകൊണ്ടാണോ അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മൾ ആലോചിക്കണം. റമദാനിന്റെ ഈ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ എന്താണ് ഈ റമദാനിൽ ചെയ്തത്? നോമ്പിന്റെ കാര്യം എന്തായിരുന്നു? നോമ്പിന്റെ അവസ്ഥ. റബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂ വൽ അതശ്. എത്രയോ നോമ്പുകാർക്ക് നോമ്പ് കൊണ്ട് കിട്ടിയത് വിശപ്പ് മാത്രമാണ്, പട്ടിണി കിടന്നു എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയുള്ള നോമ്പുകാരുടെ കൂട്ടത്തിലാണോ നമ്മൾ പെട്ടത്? അൻസാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പാപങ്ങൾ പൊറുക്കുമാറ് രൂപത്തിലുള്ള നോമ്പായി നമ്മളിത് മാറിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യവും. മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ. നമ്മുടെ രാത്രി നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സദഖയുടെ അവസ്ഥ എന്തായിരുന്നു? ഖുർആനിന്റെ പാരായണം എന്തായിരുന്നു? ദിക്റിന്റെ വിഷയം എന്തായിരുന്നു? മസ്ജിദിൽ കഴിച്ചുകൂട്ടുന്ന വിഷയത്തിൽ എന്തായിരുന്നു? നിർബന്ധ കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം എന്തായിരുന്നു? നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഈ റമദാനിൽ നമ്മൾ ചെയ്ത ഓരോ അമലുകളെ കുറിച്ചും നമ്മൾ പരിശോധന നടത്തണം. അതേപോലെ തന്നെ നമ്മൾ റമദാനിൽ തിന്മകളുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു? അല്ലാഹു തആല നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ലഅല്ലകും തത്തഖൂൻ, ആ തഖ്വയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ റമദാൻ നമ്മൾ ഏത് രൂപത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഈ റമദാൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട സന്ദർഭം കൂടിയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അമലുകളും റമദാനിന് ശേഷവും നമുക്കറിയാം. ഈ റമദാനിൽ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം റമദാനിന് ശേഷമുള്ള സന്ദർഭത്തിലുണ്ട്. അതിന്റെ ഹുക്കുമുകൾ മാറിയാലും റമദാനിലെ നോമ്പ് നിർബന്ധമാണെങ്കിൽ ശവ്വാലിലെ 6 നോമ്പും മറ്റു നോമ്പുകൾ സുന്നത്താണ്. പക്ഷെ നോമ്പുണ്ട്. രാത്രി നിസ്കാരം റമദാൻ അല്ലാത്ത സമയങ്ങളിലുണ്ട്. ഖുർആനിന്റെ പാരായണം, സദഖ എല്ലാം. ഇഅ്തികാഫ് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റമദാൻ അല്ലാത്ത സന്ദർഭത്തിലുണ്ട്. അപ്പൊ എല്ലാ ഇബാദത്തുകളും റമദാനിന് ശേഷവുമുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ചെറിയ അളവിൽ ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. കുറഞ്ഞ അളവിലാണെങ്കിലും ചെയ്യുന്ന അമലുകൾ പതിവായി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കറിയാം, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ റമദാനിൽ ശീലിച്ചിട്ടുണ്ട് അതൊക്കെ റമദാനിന് ശേഷവും തുടരാൻ നമുക്ക് സാധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ. അബ്ദുല്ല, നീ ഒരാളെ പോലെയാകരുത്. കാന യഖൂമുൽ ലൈൽ സുമ്മ തറക ഖിയാമൽ ലൈൽ. അയാൾ രാത്രി നിസ്കരിച്ചിരുന്നു, പിന്നെ രാത്രി നിസ്കാരം ഉപേക്ഷിച്ചു. ഇതുപോലെ ആകരുത്. രാത്രി നിസ്കാരം ഉണ്ടായിരുന്ന വ്യക്തി പിന്നെ അയാൾ ഉപേക്ഷിച്ചു. അതുപോലെ ഒരുത്തരം ആ പറഞ്ഞ അയാളെ പോലെ നീ ആകരുത് എന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്യുന്നത് പതിവായി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്നാൽ കാന അമലുഹു ദീമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ പതിവായി ചെയ്യുന്ന അമലുകളായിരുന്നു. എന്നാൽ സീസണുകൾ വരുമ്പോൾ മൗസിമുൻ ഉഖ്റവി,
റമദാൻ പോലെ അതേപോലെ തന്നെ ദുൽഹിജ്ജ പോലെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതലായി എന്ത് ചെയ്യും? അമലുകൾ പരിശ്രമിക്കും. മറ്റു സമയങ്ങളിൽ പതിവായി ചെയ്യുന്ന അമലുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത് നിലനിർത്തും. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ റമദാനിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അത് റമദാനിന് ശേഷവും നമ്മൾക്ക് തുടരാൻ സാധിക്കണം. നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ റമദാനോടുകൂടി അവസാനിക്കേണ്ടതല്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യാനാണ്. നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം അല്ലാഹു നിശ്ചയിച്ചത് എപ്പോഴാണോ നമ്മൾ മരണത്തെ കണ്ടുമുട്ട് അതുവരെയും ഇബാദത്ത് ചെയ്യണം. അതാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് മരിക്കുന്നത് വരെയും ഇബാദത്തിൽ തുടരാൻ സാധിക്കണം. ഈ റമദാൻ, ശരിക്കും റമദാൻ പണ്ഡിതന്മാർ പറയാറുണ്ട് നോമ്പ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് റമദാനിലെ ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള നോമ്പ്, ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കിയിട്ടുള്ള നോമ്പ്. എന്നാൽ വർഷം മൊത്തമുള്ള നോമ്പാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നോമ്പ്. ശരിക്കും ഈ നോമ്പിന് വേണ്ടിയിട്ടാണ് റമദാനിലെ നോമ്പ് പോലും ശറഅക്കപ്പെട്ടിട്ടുള്ളത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നന്മകൾ ചെയ്യാൻ, അഥവാ തഖ്വ ഉണ്ടാകാൻ. അതിനാണല്ലോ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയമാണെങ്കിലും നന്മകൾ ചെയ്യുന്ന വിഷയമാണെങ്കിലും റമദാനിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ആ സൂക്ഷ്മത റമദാനിന് ശേഷവും നമ്മൾക്ക് തുടരാൻ സാധിക്കണം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ യാ മൻ വഫ റമദാൻ അല അഹ്സനി ഹാൽ. റമദാൻ മാസം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയവനെ. റമദാനിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തിയായി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തനെ ലാ തതഗയ്യർ ബഅദഹു ഫി ശവ്വാൽ. ശവ്വാൽ മാസത്തിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകരുത്. റമദാനിൽ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ ശവ്വാലിൽ അതൊക്കെ നിർത്തി നന്മകൾ ചെയ്യുന്ന വിഷയത്തിലെല്ലാം അലംഭാവം കാണിച്ച് റമദാനിന് മുമ്പ് ഉണ്ടായിരുന്ന തിന്മകളൊക്കെ വീണ്ടും ശവ്വാലിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകില്ല. ലാ തതഗയ്യർ ബഅദഹു ഫി ശവ്വാൽ. ശവ്വാലിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകരുത്. ശവ്വാലിൽ മാറ്റം ഉണ്ടാകരുത്. അപ്പോ ഈ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു വച്ച അമലുകൾ അത് തുടരാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ റമദാനിൽ നമ്മൾക്ക് എങ്ങനെ സാധിച്ചു അതുപോലെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ ശേഷിക്കുന്ന സമയം ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب